ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും മുറുകുട്ടി. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത സമയത്ത് പലരും കമൻ്റായിട്ട് പല പല ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടുകൾക്കുള്ള ക്ലിയറൻസസിനും കൂടിയാണ് ഇതെന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊരു അറിയിപ്പ് കൂടിയാണ്. കാരണം നിങ്ങൾ ഇഗ്നോരോ അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് എടുക്കുന്ന സമയത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്, പലരും ചോദിക്കുന്നത് ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്, കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ലഭിക്കുക എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ആദ്യത്തെ മറുപടി കൊടുക്കുന്നത്. നമ്മൾ ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നമ്മളിപ്പോൾ ഡിഗ്രി ആണെങ്കിൽ നമ്മൾ 3 വർഷത്തിനുള്ളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 6 വർഷം വരെ നിങ്ങൾക്ക് അതിന്റെ വാലിഡിറ്റി ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ PG ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷമാണ്, അതിന്റെ വാലിഡിറ്റി 4 വർഷം വരെയാണ്. അതിനുള്ളിൽ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ കോഴ്സുകളും നിങ്ങൾ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഇഗ്നോയിൽ നിങ്ങൾ അതാത് വിഷയത്തിന് അസൈൻമെന്റ് സമർപ്പിക്കാൻ പറയാറുണ്ട്. ആ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് സമർപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അസൈൻമെന്റിന് മാർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ പാസ്വേഡ് യൂസർ നെയിം നമ്മൾ ആദ്യം സേവ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാസ്വേഡ് യൂസർ നെയിം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ ഭാഗം നിങ്ങൾക്ക് കിട്ടും. ഗ്രേഡ് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഏതൊക്കെ കോഴ്സിന് ഏതൊക്കെ മാർക്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അസൈൻമെന്റിന്റെ എല്ലാ മാർക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നത് അസൈൻമെന്റ് എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അതിന്റെ സ്കോറും കൂടി വന്നു, പിന്നെ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായി, അസൈൻമെന്റ് എല്ലാ മാർക്കും വന്നു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റിന് എപ്പോഴാണ് അപേക്ഷിക്കുന്നത്, കോൺവൊക്കേഷൻ എപ്പോഴാണ് അപേക്ഷിക്കുന്നത് പല ആൾക്കാരും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് എക്സാം കംപ്ലീറ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം, ഒരു 3 മാസത്തിനുള്ളിൽ കണക്കൂട്ടിക്കോ. 3 മാസത്തിനുള്ളിൽ നിങ്ങൾ വീട്ടിലേക്ക്, നിങ്ങൾ കൊടുത്ത അഡ്രസ്സിലേക്ക്, നിങ്ങൾ ഇന്നലെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത അഡ്രസ്സിലേക്ക് നിങ്ങളെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരെ കോൺവൊക്കേഷന്റെ ഡേറ്റ് പ്രഖ്യാപിക്കും. സാധാരണ ഇതിൽ ജനുവരി തൊട്ട് മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് നടത്താറുള്ളത്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് ഫെബ്രുവരിയാണ്, 2024 നടത്തിയത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ആ വർഷം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫെബ്രുവരി ആ ടൈമിലാണ് നടത്തിയത്. ഈ ഒരു എപ്പോഴാണ് നടക്കുക എന്നുള്ളത് ഇഗ്നോന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ, നിങ്ങൾക്ക് ഫസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണിക്കും ഇത്രാമത്തെ കോൺവൊക്കേഷൻ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു 34ാമത്തെ കോൺവൊക്കേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ഇത് കോൺവൊക്കേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ചുവടെ കൊടുത്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒന്നുകിൽ റീജിയണൽ സെന്ററിൽ പോയിട്ട്, അഥവാ വടകര അഥവാ അല്ലെങ്കിൽ കൊച്ചി, തിരുവനന്തപുരം, ഈ 3 സെന്ററിൽ ഒരേ ഡേറ്റിലാണ് നടക്കാറുള്ളത്. അപ്പൊ ഈ ദിവസങ്ങളിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൈപ്പറ്റാം. അതിനു മുമ്പ് നിങ്ങൾ അക്ഷയയിൽ പോയിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 300 ആണെന്ന് തോന്നുന്നു. അത്രയും എമൗണ്ട് നിങ്ങൾ കൊടുത്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കോൺവൊക്കേഷന് വരാൻ പറ്റുന്നില്ല, അഥവാ ഗൾഫിലാണ് അല്ലെങ്കിൽ വിദേശത്താണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിന്റെ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് കൊറിയർ വരുന്ന വിധത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റായിട്ട് രേഖപ്പെടുത്താം. പരമാവധി കമന്റിന് റീപ്ലൈ തരാൻ ശ്രമിക്കാം ഉള്ള സമയത്തിനനുസരിച്ച്. എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.